സർ, കോടതിയിൽ എത്തുന്ന സമയത്ത് ജാനകി വേഴ്സസ് കേരള എന്നതായിരുന്നു ആ സിനിമയുടെ പേരെങ്കിൽ അതിപ്പോൾ ജാനകി വി അല്ലെങ്കിൽ വി ജാനകി എന്നുള്ള പേരിലേക്ക് ഒരു സിനിമയുടെ തന്നെ ടൈറ്റിൽ മാറുകയാണ്. ജാനകി വിദ്യാധരൻ എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് ഫോം എങ്കിലും, ആ കഥാപാത്രത്തിന്റെ ഒരു ഷോർട്ട് ഫോം എങ്കിലും സിനിമയുടെ ടൈറ്റിൽ ആയിട്ട് നൽകണം. ഒപ്പം കോടതി മുറികളിൽ എവിടെയൊക്കെ ജാനകി എന്ന് പറയുന്നു അവിടെയൊക്കെ മ്യൂട്ട് ചെയ്യണം. സെൻസർ ബോർഡ് ഏറ്റവും ഒടുവിൽ മുന്നോട്ട് വച്ച രണ്ട് ഉപാധികളും സിനിമയുടെ അണിയറ പ്രവർത്തകർ, നിർമ്മാതാക്കൾ അംഗീകരിക്കുന്നു എന്നാണ് ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ട്. ഒരു സിനിമയിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാവുന്നു, ആ സിനിമ സെൻസർ ബോർഡ് മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ അംഗീകരിക്കാതെ പ്രദർശനാനുമതി നൽകില്ല എന്ന് സെൻസർ ബോർഡ് നിഷ്കർഷിക്കുന്നു. കോടതി ഒരു സിനിമ കാണാൻ സമയം മാറ്റിവെക്കുന്നു എന്നുള്ള രീതിയിൽ വരെ ആവിഷ്കാര സ്വാതന്ത്ര്യം എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തോ ഒരു എലമെന്റ് കോടതിയും ഏറ്റവും ഒടുവിൽ സെൻസർ ബോർഡ് പറഞ്ഞിരിക്കുന്ന ചില മാറ്റങ്ങൾ ഓക്കെ എന്നുള്ള രീതിയിൽ കോടതി പോലും വന്നെത്തിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ പറയാൻ നമുക്കിപ്പോൾ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് പറയാൻ സാധിക്കാതെ, അല്ലെങ്കിൽ ഈ വാർത്ത കാണുന്ന കേൾക്കുന്ന ആർക്കും അറിയാത്ത എന്തൊക്കെയോ എലമെന്റുകൾ ആ സിനിമയ്ക്കകത്തുണ്ടെന്ന് വേണ്ടേ കരുതാൻ. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു മലയാളത്തിൽ ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമ ഇത്രയേറെ വലിയൊരു കോൺട്രവേഴ്സിയിലേക്ക് ചെന്നെത്തിയത്? അത് കോടതി വിധി കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ ആകർഷിച്ച ഒരു കാര്യം എന്ന് പറയുന്ന വിധിയിൽ ജാനകിക്ക് ഒരു ഇൻഷ്യൽ ചേർക്കാൻ കോടതി ആവശ്യപ്പെട്ടതാണ്. വളരെ വി ജാനകി, വിദ്യാധരൻ ജാനകിയുടെ വി ജാനകി. ഒരു 10 വർഷം മുമ്പ് ഈ ബുദ്ധി നമ്മുടെ ജോസഫ് മാസ്റ്റർക്ക് ആരെങ്കിലും ഉപദേശിച്ചു കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കൈയും കാലും ഒക്കെ ഇന്ന് സുരക്ഷമായിരുന്നേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം വേറെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. വസുദേവൻ കൃഷ്ണനെ വി കൃഷ്ണൻ എന്ന് വിളിക്കേണ്ട ഒരവസ്ഥ വരും. കഥാപാത്രങ്ങൾക്ക് പേരിന് ഇൻഷ്യൽ കൊടുക്കേണ്ടിയൊക്കെ വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ ആവിഷ്കാര സ്വാതന്ത്ര്യ പ്രശ്നമാണ്. കാരണം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പേരിടാതെ ഒരു കഥാപാത്രത്തിനെ സൃഷ്ടിക്കാൻ, ഹിന്ദു കഥാപാത്രത്തിനെ സൃഷ്ടിക്കാൻ വലിയ പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ ഈവൻ എന്താ പറയുന്നത്, നിമിഷ, ഇതിന് പോലും ദേവതാ സങ്കല്പങ്ങളുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ആളുകൾ വന്നിട്ട് പറയുകയാണ് ഇത് പറ്റത്തില്ല, ഞങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെന്തായാലും എസ് ജാനകി അല്ലെങ്കിൽ സദാശിവൻ ജാനകി ആകാഞ്ഞത് നമ്മുടെ ഭാഗ്യം. കാരണം എസ് ജാനകിയുടെ ആരാധകർ പറയും അത് പറ്റുകയില്ല. ഈ ഇനിഷ്യൽ 2 വന്നു കഴിഞ്ഞാൽ വി എൻ ജാനകിന്നോ മറ്റോ വന്നു കഴിഞ്ഞാൽ വേറെ ഒരു പഴയ അന്തരിച്ച രാഷ്ട്രീയ നേതാവിന്റെ അനുയായികൾ വന്ന് പ്രശ്നം ഉണ്ടാക്കാനിടയുണ്ട്. പക്ഷേ നമ്മളുടെ ഏത് വിഷയത്തിനെയും കേരളത്തില് ഒന്നിൽ ഹൈലി പൊളിറ്റിസൈസ് ചെയ്യും, അല്ലെങ്കിൽ ഹൈലി റിലീജിയസ് ആക്കും. അതാണ് നമ്മളിപ്പം ഇവിടെ കണ്ടുവരുന്നത്. സെൻസർ ബോർഡ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇക്കാര്യത്തിൽ ഒരു വാശി പിടിക്കുകയും പിന്നീട് കോടതി അതിൽ സിനിമ കണ്ടിട്ട് അതിനെ തിരുത്ത് നിർദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടന്റിൽ, ആ സിനിമയുടെ കണ്ടന്റിൽ എന്തോ ഒരു കടുത്ത ഇൻസൾട്ടൻ്റ് ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. കാരണം വെറുതെ ഒരു ലേമാന് പറയാവുന്നത് പോലെ പറയാവുന്ന 2 ബോഡികളല്ല സെൻസർ ബോർഡും കോടതി. അവർക്ക് 2 പേർക്കും അതിൻ്റെതായിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിരീക്ഷിച്ചതിന് ശേഷമാണ്. അപ്പോൾ അതിൽ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നൊരു കാര്യം, ആ സിനിമയുടെ പ്ലോട്ടിൽ അല്ലെങ്കിൽ ആ സിനിമയുടെ ഗ്രോത്തിൽ, ആ സിനിമ വളർന്നു പോകുന്ന വഴിക്ക് ഏതോ ഒരു വിഭാഗത്തിനെ ഇൻസൾട്ട് ചെയ്യുന്ന എന്തോ ഉണ്ട്. അത് നമ്മുടെ ഹാരിസ് വീരാനാണ് നിർമ്മാതാക്കൾക്ക് വേണ്ടി ഹാജരായത്. അദ്ദേഹത്തിന് അത് വളരെ ഭംഗിയായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസന്റേഷനിൽ, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലുള്ള പ്രസന്റേഷനിൽ വിട്ടുവീഴ്ചയ്ക്കും സമന്വയത്തിനും തയ്യാറായ ഒരു നിർദ്ദേശം ഹാരിസ് ബീരാന്റെ ഭാഗത്ത് നിന്ന്.
എതിർഭാഗത്ത് ചന്ദ്രചൂഡിന്റെ അഭിജിത്ത് ചന്ദ്രചൂഡ് ആയിരുന്നു ഹാജരായിരുന്നു. അപ്പം ഈ സംഗതി എന്ന് പറയുന്നത് നമ്മളുടെ കലാരംഗത്തെയും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെ ഇപ്പം വിദ്യാഭ്യാസമായാലും ജോസഫ് മാസ്റ്റർക്ക് സംഭവിച്ച അദ്ദേഹം ഒരു ഉപന്യാസമോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് വെച്ചിട്ട് ഒരു ചോദ്യോത്തരം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് മതം കടന്നു വന്നിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുകയാണ് ചെയ്തത്. അപ്പോൾ വളരെ സാമൂഹികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ സിനിമയായാലും കലാരൂപങ്ങളായാലും പിന്നെ വിദ്യാഭ്യാസമായാലും എല്ലായിടത്തും മതത്തിന്റെ അതിപ്രസരം, ക്യാമ്പസുകളിൽ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം, ഇങ്ങനെയുള്ള ഒരു വല്ലായ്മയിലേക്കാണ് കേരളം ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ പറ്റി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിർവചനം എന്ന് പറയുന്നത് അന്യന്റെ മൂക്കിന്റെ തുമ്പ് വരെ അതെത്താവും. ഈ സിനിമയുടെ ഒരു കണ്ടന്റിന്റെ അകത്ത് അത് തുമ്പം കഴിഞ്ഞ് മൂക്കെ പിടിച്ചോ അല്ലെങ്കിൽ ചെവിക്ക് പിടിച്ചോ എന്നൊക്കെ ഉള്ളത് അന്വേഷിക്കേണ്ടി വരും. എന്തായാലും ഇങ്ങനെ സിനിമകൾ നിർമ്മിക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ കലാരൂപങ്ങൾ സ്പർദ്ധ ഉണ്ടാകത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ ഇൻസൾട്ടിങ് ആയിട്ടുള്ള വിധത്തിൽ നിർമ്മാണങ്ങൾ നടത്തുന്നതും, അങ്ങനെ ഇപ്പം നമുക്ക് പറയാനൊക്കെ സിനിമ ഇറങ്ങി ജനങ്ങൾ കണ്ടതിന് ശേഷമേ നമുക്കതിനെപ്പറ്റി ഒരു അസസ്മെന്റ് പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഈ അനുമാനിക്കുന്നത്, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നീതിന്യായ പീഠവും അതുപോലെ തന്നെ സെൻസർഷിപ്പിന്റെ നിർണായക സമിതിയും ഇക്കാര്യത്തിൽ അത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തിൻ്റെ അകത്തൊരു കാതലായ കാര്യമുണ്ട്. അതുപോലെ തന്നെ ലിബറലായിട്ടുള്ള അഭിജിത്ത് ചന്ദ്രചൂഡ് എതിർഭാഗത്തെ കേസ് ആ കോസ് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലിബറൽ ചിന്താഗതിയെ പോലും ഈ സിനിമ ഹർട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അല്ലാതെ ഒരു അഡ്വക്കേറ്റ് അതെടുക്കത്തില്ല. വെറും പണത്തിന് വേണ്ടി ഒരു സിനിമയുടെ കേസ് ഏറ്റെടുക്കേണ്ട ആളൊന്നുമല്ല ഈ അഭിജിത്ത് എന്ന് പറയുന്ന അഡ്വക്കേറ്റ്. അപ്പൊ അതിൻ്റെ അകത്തൊരു കോസ് അദ്ദേഹം കണ്ടിട്ടുണ്ട്. ആ കോസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കോസാണ്. അപ്പൊ അതിനെയാണ് ഇപ്പോൾ അഡ്രസ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയും സെൻസർ ബോർഡും അതിനെ അഡ്രസ് ചെയ്തിരിക്കുന്നത് ആ ഒരു കോസ്. അപ്പൊ നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട ഒരു മാറ്റം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഇൻസൾട്ടുകളോ അല്ലെങ്കിൽ ഇത്തരം കൃമിത്വം, അതായത് സമൂഹത്തിൽ ഇറക്കി വിടുന്ന ഇത്തരം കൃമിത്വങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു സോഷ്യൽ മൈൻഡ് മലയാളിക്ക് ഉണ്ടായി വരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. അതുകൊണ്ട് അല്ലായിരുന്നെങ്കിൽ ഇപ്പം പഴയ രാവണപ്രഭു ഒക്കെ നിരോധിക്കണം, അന്നത്തെ കാലത്ത് നമുക്ക് ഈ മനസ്സുണ്ടായിരുന്നു. അല്ലായിരുന്നെങ്കിൽ രാവണപ്രഭുവിൻ്റെ അകത്തെ കഥാപാത്രത്തിന്റെ പേര് ജാൻകി എന്നാണ്. ആ പടവും അതിൻ്റെ അകത്ത് വളരെ ആഭാസകരമായ പല ഡയലോഗുകളും ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് ആ പടം വേണമെന്നാണെങ്കിൽ ഇനി മുൻകൂറായിട്ട് നിരോധിക്കണം എന്ന് പറഞ്ഞൊരു കേസ് പോകാനുമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അന്നത്തെ ആളുകളെ ഇതിപ്പോ നമ്മൾ പലപ്പോഴും എടുത്ത് ചൂണ്ടിക്കാണിക്കാറുള്ളത് നിർമാല്യം ഇപ്പോൾ എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിന് അദ്ദേഹത്തിന്റെ പല നോവലുകളും എഴുതാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോഴാണ് ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ബുദ്ധിജീവികൾ ഉൾപ്പെടെയുള്ള ഈ സമൂഹം എത്തി നിൽക്കുന്നത് ഒരുതരം മത അരാജകത്വത്തിലാണ്. അപ്പൊ അതിനൊരു മാറ്റം ഉണ്ടാകണം. അതിനൊരു മാറ്റം എങ്ങനെ ഉണ്ടാകണം എന്നുള്ളത് സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ജനം കണ്ടതിന് ശേഷം ജനം തീരുമാനിക്കട്ടെ. എന്തായാലും ജാനകി വെർസസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള സിനിമ ജാനകി വി എന്നുള്ളൊരു ഇനീഷ്യലിലേക്ക് മാറി പ്രദർശിപ്പിക്കാം എന്നാണ് ഏറ്റവും ഒടുവിൽ സെൻസർ ബോർഡ് പറഞ്ഞിരിക്കുന്നത്. സിനിമയുടെ നിർമ്മാതാക്കളും അത് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഒരു സിനിമയുടെ പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സിനിമ ഏത് വിധേനയും റിലീസിന് എത്തിക്കുക, അത് പക്ഷേ സിനിമയെ ബാധിക്കുന്ന തരത്തിലുള്ള സെൻസർ ബോർഡിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടല്ലാതെ
സിനിമയെ തിയേറ്ററുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനുകൊണ്ട് കൂടിയാവണം ഏറ്റവും ഒടുവിൽ അവർ സിനിമയിലെ പല രംഗങ്ങളിലെയും ജാനകി എന്ന് പറയുന്ന പേര് മ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ എത്തിക്കാം എന്നുള്ളത് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷെ അശോക് സാർ, നമുക്കറിയാം ഈ സിനിമ പറയുന്ന ഒരു ജേണർ എന്ന് പറയുന്നത് കോർട്ട് റൂം ഡ്രാമ എന്നുള്ള ഒരു ലേബലിൽ എത്തുന്ന ഒരു സിനിമയാണ്. പക്ഷെ സെൻസർ ബോർഡ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ഉപാധി എന്ന് പറയുന്നത് കോർട്ടിൽ എവിടെയൊക്കെ ജാനകി എന്ന് പറയുന്നോ അവിടെയൊക്കെ മ്യൂട്ട് ചെയ്യണം എന്നാണ്. സിനിമ റിലീസ് ചെയ്യുമ്പോൾ അറിയാം സിനിമയിൽ എത്രത്തോളം കോർട്ടിന് പുറത്തുള്ള രംഗങ്ങളിൽ ജാനകി എന്ന് പറയുന്ന പേര് പ്രയോഗിക്കാൻ ഈട വന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. താങ്ക് യു അശോക് സർ.